ഗുരുവായൂരപ്പ, പടച്ചോനെ, കർത്താവേ. സ്റ്റോപ്പ് 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 പ്ലീസ് പ്ലീസ്. നിർത്തണേ. നിർത്തണേ നിർത്തണേ നിർത്തണേ. സ്റ്റോപ്പ് സാർ. അല്പം ദയ കാണിക്കണേ സാർ. പ്ലീസ് 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 സാർ. പ്ലീസ് സാർ പ്ലീസ് സാർ. തൊഴാം തൊഴാം സാർ. സാർ ഫുള്ളാ, സ്ഥലമില്ല. മദ്രാസിലേക്കാണ് സാർ. തന്നോടല്ലോ പറഞ്ഞേ സ്ഥലമില്ലെന്ന്. അയ്യോ അങ്ങനെ പറയരുത് സാർ. അമ്മയ്ക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ് മദ്രാസിന്ന് ടെലിഗ്രാം കിട്ടിയിട്ട് പോവുക. സ്ഥലമില്ലാതെ എവിടെ ഇരുന്ന് പോവാന്? കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് സാർ. ഹലോ, ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ ഇരുത്താനാ? സാറിന് സീറ്റ് കൊടുക്കൂ. അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഞാൻ ചെയ്തെന്ന ഉപകാരം സാർ ഒരിക്കലും മറക്കില്ല സാർ. ഒന്ന് കേറോ? കയറി സാർ. ഒരു ലക്ഷറി കോച്ച് കയറി യാത്ര ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു. കണ്ടക്ടർ സാറിന്റെ പേരെന്താ? അങ്ങോട്ട് ചെല്ല്. അല്ല പിന്നെ പറഞ്ഞാലും മതി. ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം യാത്ര ചെയ്യണ്ടല്ലേ. ഇപ്പൊ ഇയാൾ കോയമ്പത്തൂർ ഇറങ്ങും. അതുവരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് നീങ്ങണേ. അമ്മ ഏത് ഹോസ്പിറ്റലിലാ? ജനറൽ ഹോസ്പിറ്റലില്. ഈ ബസ് എപ്പോഴാ മദ്രാസിലെത്തുന്നത്? രാവിലെ എത്തും. സാറ് മദ്രാസിലേക്കാ? ഒരു ഉപകാരം ചെയ്യാൻ പോയതാ, അതിപ്പോ കുരിശായി. ഹലോ, മദ്രാസ് എത്തിയോ? മദ്രാസ് എത്തിയില്ല. കുറച്ചു നേരം ഒന്ന് നേരെ ഇരുന്നാ നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാം. സാർ ഉറങ്ങിയില്ലേ? ഇനി വേണമെങ്കിൽ കുറച്ചു നേരം സാർ എന്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിക്കോ. മൗണ്ട് റോഡ്. സീക്കിരം ഇറങ്ങുക. അല്ല, ലഗേജ് ഒന്നുമില്ലേ? അതെ, ടെലിഗ്രാം കിട്ടിയ ഉടൻ പുറപ്പെട്ടു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടാക്സി കയറിക്കോളൂ. ഞാൻ എനിക്ക് വേറെ വണ്ടി വരും. ഓക്കെ, സീ യു. സിനിമാ തിയേറ്റർ ആരും കണ്ടില്ല. അതെ സാർ, ഇപ്പടി அங்கே இங்க சார் இங்க வந்து சினிமா ஷூட்டிங் ഒക്കെ നടക്കുന്ന സ്ഥലം എവിടെയാ? கோடம்பாக்கமா? അതെ. நீங்க எப்படி நேரா போய் லெஃப்ட்ல திரும்பி ரைட்ல திரும்புங்க. ரயில்வே கிராசிங் அது தாண்டுங்க. ரொம்ப நன்றி. சார் അവിടെ രജനീകാന്തിനെയും കമലഹാസനെയും ഒക്കെ നേരിട്ട് കാണാൻ പറ്റുമോ? ட்ரை பண்ணி பாருங்க. சொன்னபடி கேளு நக்கல் ஐயோ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചവർ മനസ്സ് മാറി തിരിച്ചു വന്നാൽ അന്വേഷിക്കുന്നത് ഈ ഏരിയയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ വിട്ടിട്ട് പോകാം. கொன்னுடுவேன். என்ன நினைச்சிட்டு இருக்க? படுவா அரஞ்சனா தெரியுமா?
குழந்தைய கீழே இறக்கி வச்சுட்டு எங்கெல்லாம் ஓட பாக்குற? சத்தியமாയിട്ട് ഇത് എൻ കുഴந்தைയല്ല, ഇത് റെയിൽവേ ട്രാക്ക്. எது உன் குழந்தை இல்லையா? என்ன தோல்ல தூக்கிட்டு வந்தது இந்த குழந்தை, கையால கீழே வச்சது இந்த குழந்தை, இப்போ தரையில இறக்கி விட்டோம்னா உன் குழந்தை இல்லாம போயிடுமா? ഞാൻ എന്നാ ഗലാട്ടേങ്ക இந்த நியாயத்தை கேளுங்க സാർ. ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഇവരെല്ലാം കൂടി എന്നെ കള്ളനാക്കിയിരിക്കാണ് സാർ. നീ മലയാളിയാണോ? അതെ സാർ. ആ വാ വരാൻ പോങ്ങോ എല്ലാം പോങ്ങ குழந்தைடா വരാൻ പോയ്യാ. എന്തൊരു എടാ വേഷം കെട്ടി കയ്യിലിരിക്കട്ടാ. എന്നെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് ഒന്നും ഇവിടെ ജീവിക്കാൻ വയ്യാതായിട്ടുണ്ട്. സാർ, ഞാൻ പറയുന്നത് സത്യമാ. കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ. റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയാണ് പ്രസവിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി നടന്ന ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലടാ. ഞാനൊരു പാവമാണ് സാർ, എന്നെ രക്ഷിക്കണം. സാർ ഒരു മലയാളിയല്ലേ? നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി ആർക്ക് വേണം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചത്? കയ്യില് കഷ്ടിച്ചൊരു 200 രൂപ കാണും. 200 രൂപ? ആ ഉള്ളത്. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല സാർ. എടാ മൊല്ലാക്കാനെ നീ ഓത്തു പഠിപ്പിക്കല്ലേ. നാട്ടിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാതാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? ഉണ്ടായിരുന്നതാ, ആരോ പോക്കറ്റ് അടിച്ചതാ. സംശയം സാർ നോക്കിയതാ. അയ്യോ ദരിദ്രവാസി. രാവിലെ എന്തെങ്കിലും തടയൂന്ന് വിചാരിച്ചതാ. ഇന്നത്തെ ദിവസം പോക്ക. ആ പോടാ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം? കുട്ടി എവിടെ ഞാൻ ഇട്ടിട്ട് പോയാൽ നിന്റെ എല്ലാം ഒരറ്റണം ബാക്കി ഉണ്ടാവില്ല. ഓടാവിടുന്നു കള്ള റാസ്കൽ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. മോങ്ങാതെ. കരയില്ലെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെന്താ ചെവിയും കേട്ടൂടെ? ഓ, മലയാളത്തിൽ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാനാ? കരച്ചിലിന് തമിഴിൽ എന്താണാവോ? എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, അഴാതമ്മ അഴാതെ. ഇനി തമിഴ് കുട്ടി അല്ലായിരിക്കോ? ഈ മൊട്ടത്തലയും നിറമൊക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു. ആ, ഹിന്ദി പറയാന്ന് വെച്ചാ അതിന് ഞാനെവിടെ പോവാനാ? ഹിന്ദിന്ന് കേട്ടപ്പോ കരച്ചിൽ നിർത്തിയല്ലോ. ഹിന്ദി കൊച്ചു തന്നെ. വീണ്ടും തുടങ്ങിയല്ലോ. മോളെ കരയാതെ. ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ മോളൂ. രാഷ്ട്രീയക്കാരനാ. നിന്നെ ലാവിഷ് ആയിട്ട് പോറ്റാനുള്ള വക കയ്യിലുണ്ടാവും. ചേട്ടാ, ഈ കുഞ്ചിനെ കൊഞ്ചം പിടിക്കുമാ? உன் பேர் என்னம்மா? சொல்ல மாட்டியா? அதான் அங்க பாரு, அங்க பாரு, மோட்டார் சைக்கிள் வருது பாரு. டாட்டா சொல்லு, டாட்டா டாட்டா. அப்படிதான், நல்ல பொண்ணு. அதுதான் இல்லையா? இல்லையா? இறங்கி வாயா, இறங்கியா. എന്നാ സാർ போனோம்? എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. നെക്സ്റ്റ് സ്റ്റോപ്പ്. മിനിമം ടിക്കറ്റ് കൊടുങ്ക. 70 പൈസ கொடு. 500 രൂപ നോട്ടുക്ക് ചേഞ്ച് இருக்கா? കൊണ്ടാ. സാർ, സാർ പോക്കറ്റ് അടിച്ചു സാർ. 500 രൂപയുടെ 100 നോട്ട് എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എല്ലാം പോയി, എല്ലാം പോച്ചു സാർ. പോച്ചു. என்னடா ஏமாத்த பாக்குறியா? போட வழியா. இறங்கல സാർ, ஏதாவது போ போ, இறங்க முதல்ல. காசை கேட்டா கதை சொல்றானுங்க. வந்துட்டானுங்க. രക്ഷപ്പെട്ട ഭാഗ്യം. நெட்டு 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 நெட்டு. என்ன குழந்தை எங்க கொடுத்து நீ பாட்டுக்கு போற? விளையாடுறியா? സാർ, ഞാൻ കുട്ടിയെ മറന്നുപോയി സാർ. സാർ ഇപ്പൊ കുട്ടിയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിച്ചേനെ. മറന്നുപോയി സാർ. இல்லையா, உனக்கு இவ்வளவு மறந்து இருந்ததுன்னா குழந்தை எடுத்துக்கிட்டு வெளியில வராத. ശരി സാർ. സാർ, സാറിനെ ദൈവം കഷ്ടപ്പെടുത്തും. അല്ല, കാപ്പാത്തും കാപ്പാത്തും. പൊങ്ക, വെയിറ്റിംഗ് ചാർജ് അധികമാകും. போயா. നീ എന്നെയും കൊണ്ടേ പോവും. എനിക്ക്
എറണാകുളത്ത് പോണം. എറണാകുളമാ? ஆமா, கேரளத்துல. இது என்ன ஏரோப்ளேனா? மேல பறந்து போறதுக்கு ஏறி போய சாவுகிறாக்கி. மூஞ்சி மோரை பத்தியா அதுக்கு? ഏതോ വലിയ പണക്കാരന്റെ വീടാ. ബാക്കിയെല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. വാവോ 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 വാവോ. അയ്യേ, മൂത്രം വെച്ചു. ഒറ്റ ഏറ് വെച്ചെന്നാളുണ്ടല്ലോ. ആരെ കൂടെ ഉള്ള ഡ്രസ്സാ. കരയാതെ, വിശക്കുന്നുണ്ടാവും. ഞാനെന്ത് ചെയ്യും? പാല് വെച്ചുതരാം. കരയണ്ട, കാശ് കൊടുത്താലേ പാല് കിട്ടൂ. ട്രാക്കിൽ ഇട്ടിട്ട് പോകുമ്പോ ഒരു പെട്ടി കാശ് കൂടെ കൈ തന്നിട്ട് പോകാൻ പറയായിരുന്നില്ലേ? കരയണ്ട, ചോദിച്ചു നോക്കട്ടെ. അണ്ണേ, കൊഞ്ചം പാല് തരണം. പിന്നെ നന്നായിട്ട് തണുപ്പിച്ചു തരണേ. കൊടുങ്കോ. മതി. കുടിച്ചോ. 2 രൂപ കൊടു സാർ. പിന്നെ കാശെടുത്തില്ല. ധൃതിയിൽ ഇറങ്ങിയപ്പോ കുട്ടി കരഞ്ഞതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ളതാ. കാശ് പിന്നെ തരാം. കൂടിയാ കാശെല്ലാമേ കുഴந்தைக்கு പാൽ വാങ്ങാൻ. അത് കുട്ടിക്ക് വല്ലാതെ വിശക്കുണ്ട്. കുട്ടി കരയുന്ന കണ്ടില്ലേ? അവിടെ പോയാ ഏമാത്രം നിனைச்சு വന്നിരിക്കാ. ചേട്ടാ, കാശ് കൊടുത്താൽ എന്ന് വേണമെങ്കിലും പാല് കിട്ടും. പക്ഷെ സ്നേഹം കിട്ടൂല. നീ നോക്കണ്ട, ഇവിടെ ഫാസ്റ്റ് ഫുഡാണ്, ഫ്രീ ഫുഡ് അല്ല. എന്ത് ചെയ്യാനാ, കലികാലാ മോളെ. പാല് കിട്ടാതെ വരുമ്പോ പാലിനേക്കാൾ നല്ലത് പച്ചവെള്ള മോളെ. കുടിച്ചോ. കുടിച്ചോ മോള് കുടിച്ചോ. കുടിച്ചോ കുടിച്ചോ. അങ്ങനെയാ വേദി. കുടിച്ചോ കുടിച്ചോ. കുടിച്ചോ, കുറച്ചുകൂടെ. മോള് തരാം 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 തരാം. മിടിക്ക്. ഹാവൂ. வாங்க சார், என்ன வேணும்? நிறைய ஐட்டம்ஸ் வேணும். நான் തന്നെ செலக்ட் பண்றேன். என்ன சார்? குழந்தைக்கு ஃப்ராக் வேணும். அந்த செக்ஷன். ரொம்ப தேங்க்ஸ். என்ன சார் குழந்தை எங்க விட்டுட்டு போறீங்க? അത് കുട്ടിയെ കാണാത്തോണ്ട് ഇനി പുറത്തോട്ടെങ്ങാനും ഇറങ്ങി പോയോന്ന് ഞാൻ നോക്കാൻ പോവായിരുന്നു. വളരെ ഉപകാരം. എന്തൊരു വിശപ്പ്. എനിക്ക് തന്നെ ഇത്രയും വിശക്കുണ്ടെങ്കിൽ നിനക്ക് എന്തുമാത്രം വിശക്കുണ്ടാവും. സജി സാറിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് എവിടെ പോയി തപ്പാനാ? വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും തോന്നില്ല. പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലെന്ന് കരുതിയാൽ മതി. നിനക്ക് സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താം. അനാഥ കുട്ടികളെയൊക്കെ എടുത്തു വളർത്തിയാൽ അവര് വളർന്നു വലുതായി കഴിയുമ്പോ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മക്കളുടെ സ്നേഹം അവർക്കുണ്ടാകുമോ? എന്തുകൊണ്ട് ഉണ്ടായിക്കൂടുന്നില്ല? സ്വന്തം മക്കളെക്കാൾ സ്നേഹം അവർക്കേ ഉണ്ടാവൂ.
നാളെ രാവിലെ തന്നെ നമുക്ക് അനാഥാലയത്തിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് അനാഥ പഠിക്കാണ്ടിരുന്ന് നാടകം കേൾക്കാ. ஆல் இந்தியா ரேடியோ சென்னை வானொலியில் நீங்கள் இதுவரை கலா கைரளி மலையாள நிகழ்ச்சி கேட்டீர்கள். இனி செய்திகள். ഇവിടെ പിള്ളാരെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമ്പോഴാ കുട്ടികളെ ദത്തെടുക്കാൻ ഒരു നാടകം. പഠിച്ചോനെ, ഏതാണ് ഈ പുള്ള? ആരെയും കാണുന്നില്ലല്ലോ. എന്താ റബ്ബേ, ബഷീറേ, ഇതാ പുടി. പഠിച്ചോനെ, ആരിന്റെ പുള്ളയാണോ? ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രാത്രി ക്ഷീണം. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പിന്നെ രാത്രിയെ ക്ഷീണം ഉണ്ടാവുള്ളൂ. അല്ലാ, ദേ കിടക്കണ തൊപ്പി. മോളെ. മോളോ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നിങ്ങക്ക് ഈ കൊച്ചിനെ അറിയാല്ലേ? ഇത് അവന്റെ കൊച്ചാണല്ലോ. അവളുടെ കൊച്ചെന്ന് പറ. ഇല്ലാത്തല്ലോ പറഞ്ഞാലുണ്ടല്ലോ. പാപ്പ, നമുക്ക് ഈ കൊച്ചിനെ വളർത്താം. ഒന്ന് പോടാ വരുന്നു. കൊച്ചിനെ വളർത്താൻ നടക്കുന്നു. എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സ്വഭാവം തന്നെയാ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളുണ്ടാവും. എന്റെ സേനവാ, നീ എന്റെ ചാരിത്രശുദ്ധിയെ സംശയിക്കരുത്. ഞമ്മക്ക് നിങ്ങളെ വിശ്വാസമില്ല. പോടി അവിടുന്ന്. ഇത് അവന്റെ കൊച്ചു തന്നെയാ. ഈ കൊച്ചിനെ കളയാൻ രാവിലെ മുതൽ ഒരുത്ത നടന്നിരുന്ന ഞാൻ കണ്ടതാ. നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയണ്ട. ഏത് പകച്ചയ്ക്ക് ഉണ്ടായതാന്ന് നേര് പറ. പണ്ടാണെങ്കിൽ ആ കൊച്ചിനോട്ട് തന്നെ. ഇന്ന് അവനെ പിടിച്ച് കണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. കരയല്ലേ അവള്? ഒന്ന് കരയല്ലേ? കരയല്ലേ? ഓ, ഈ പഹനെ പാതിരാക്കാൻ എവിടെ പോയി തപ്പാൻ റബ്ബേ? ആ കാലാക്കിന്റെ അവലും നഞ്ഞായി പടച്ചോനെ. എന്നാലും നിങ്ങൾ ഞമ്മളോട് ഈ ചതി ചെയ്തല്ലോ. പോയിട്ട് ബാ വെച്ചിട്ടുണ്ട്. ഓ, ഇത് ഇടിവെട്ട് കൊണ്ടോന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പോയി പോയല്ല. നിന്നെ കളഞ്ഞു കിട്ടിയാരും കൊണ്ട് വല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടാനാ. നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാൻ പറ്റൂലല്ലോ. ഒന്ന് കരയാതിരിക്കുക എന്നെ വെച്ചേ. കരച്ചില് കേട്ട് 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 അവസാനം എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. അള്ളാഹ്, ഇതാരാണീ വരുന്നത്? സാറേ, കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ? ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സ്വല്പം നേരത്തെ ആയി പോയി. ഒന്ന് കീറി പൊളിക്കല്ലോ കൊച്ചെ. ചേട്ടാ, ഓ, പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ. ഒരു പോലീസുകാരനായ ഞാൻ കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതി അറിയാവോ? എന്റെ മയ്യത്തോണ്ട് ചിരിയും കളി ആയിരിക്കുള്ളൂ അവിടെ. അറിയാവോ? ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട? അപ്പേ ഓരോ പുലിവാലി വന്ന് പെടണത്. മോളെ, മൂത്രം ഒഴിച്ചേക്കല്ലേ. ആളെ എഴുന്നേറ്റ് ആകെ ഗതികേടാവും. പിച്ചക്കാരുടെ പോലീസിന് ഇടിയോണ്ടെന്നാവും. പിന്നെയും വന്നോ? അതെ, എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? കിളിക്കല്ലേ?